അപ്പോൾ സഫീറിൻ്റെ നാട്ടിലുള്ള ഒരു ഇക്കാനെ ഞാൻ കണ്ടിട്ടില്ല. ഇക്കാനെ പേരെന്തൊക്കെ? മൊയ്തീൻ ബാവ. ഇക്ക വല്ലാത്തൊരു അവസ്ഥ തന്നെയാണല്ലേ. അതെ അതെ. സഫീർ ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ സഫീറിൻ്റെ വീട് കാണുക. ഇവിടുന്ന് ഈ വളവാണ്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ സഫീറിൻ്റെ വീട്. അവിടെ പോയിട്ട് ഉപ്പാനെ കണ്ടിട്ട് വരികയാണ്. അപ്പം എന്താ ഞാൻ പറയുക, സഫീറിൻ്റെ ഉപ്പ എന്തെല്ലാമാണ് പറയണത് അറിയങ്ങൾ. ഭയങ്കര സങ്കടമുണ്ട്. പിന്നെ കുട്ടീനെ പറ്റി സഫീർ ഉപ്പ പറഞ്ഞെന്ന് പറഞ്ഞു കൊടുത്താ. സഫീറിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ നാട്ടിലേക്ക് ഇപ്പോൾ എല്ലാവരും എന്താ പറയണേക്കാ, എന്ത് ചെയ്യാനാ, ആ കുട്ടിയെ കിട്ടിയാൽ മതി എന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹമുള്ളത്. കാരണം ആ കുട്ടിയെ ഉമ്മാൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോയതല്ലേ, ഒരു വയസ്സുള്ള കുട്ടിയല്ലേ. സഫീറിൻ്റെ ഭാര്യ ഉണ്ടല്ലോ, സഫീറിൻ്റെ ഭാര്യ ഇപ്പോഴത്തെ എന്താ പറയുക, കുട്ടീനെയും കൊണ്ട് പോയ ശേഷം ആ കുട്ടി നഷ്ടപ്പെട്ട വേദനയിൽ ഇപ്പോൾ സഹോദരി വല്ലാത്തൊരു അവസ്ഥയിലാണ്. കുറേ പേര് ചോദിക്കുന്നുണ്ട്, സഫീറിനെ ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക്. തൻ്റെ കുഞ്ഞുമോളെ കൂട്ടിയിട്ട് ഹിന്ദിക്കാരിയായിട്ടുള്ള കാമുകിൻ്റെ കൂടെ ഒളിച്ചോടിയിട്ട് ഇന്നൊക്കെ 5-6 ദിവസം, എനിക്ക് തോന്നുന്നു 6-7 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ സഫീറിൻ്റെ വീട് കാണുക. ഇവിടുന്ന് ഈ വളവാണ്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ സഫീറിൻ്റെ വീട്. അവിടെ പോയിട്ട് ഉപ്പാനെ കണ്ടിട്ട് വരികയാണ്. പൊന്നു മക്കളെ, ഞാൻ ആൾ പോയ സമയത്ത് സഫീറിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് പോയപ്പോൾ കുറേ കാര്യങ്ങൾ സഫീറിൻ്റെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ ആ വീട്ടിൽ പോയപ്പോൾ വല്ലാത്തൊരു അവസ്ഥയായിട്ട് ആ കുടുംബത്തിൻ്റെ അവസ്ഥ പറയേണ്ടതൊക്കെ നല്ലത്. ഞങ്ങൾ എന്താണ് വിവരം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിലേക്ക് പ്രത്യേകിച്ച് ആ വിവരം എത്തിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സഫീറിൻ്റെ എന്താ പറയുക, കുഞ്ഞു മോളെ കിട്ടിയോ, സഫീറിനെ കിട്ടിയോ എന്നൊക്കെ. അപ്പോൾ സഫീർ ഇപ്പോഴും ഒളിവിലാണ്, ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം. അന്ന് കൊണ്ടോട്ടിന്ന് അവർ പറഞ്ഞു, ഉപ്പ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയുകയാണ്. എൻ്റെ കൂടെ അമീറും ഉണ്ട്. ഞങ്ങൾ രണ്ടാമത് ഇപ്പോൾ വിവരം എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. കാരണം നമുക്കിത് അറിയാഞ്ഞിട്ടൊരു സമാധാനമില്ല. പ്രത്യേകിച്ച് ആ കുഞ്ഞു പൈതലിനും കൊണ്ട് പോയ ആ ഒരു വേദനയാണ് എല്ലാവർക്കും, ആ വീട്ടുകാർക്കടക്കം. എന്താ ഞാൻ പറയുക, സഫീറിൻ്റെ ഉപ്പ എന്തെല്ലാമാണ് പറയണത് അറിയങ്ങൾ. ഭയങ്കര സങ്കടമുണ്ട്. അന്ന് ആ കോഴിക്കോട് നിന്ന് ആ ഒരു നേരം കണ്ടാല മീറ അല്ലേ. പിന്നെ കുട്ടീനെ പറ്റി സഫീർ ഉപ്പ പറഞ്ഞെന്ന് പറഞ്ഞു കൊടുത്താ വെച്ചാൽ എനിക്ക് ചെറിയ കുട്ടീനെ കിട്ടിയാൽ മതി സമയത്ത് ഉപ്പര് പറയുന്നത്. പിന്നെ ഒരു വേറെ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റാതെ ചെറിയൊരു കുട്ടിയായതുകൊണ്ടാണ്, പാല് കുടിക്കുന്ന കുട്ടിയാണ്. ഈ ഒരു നിമിഷം വരെ സഫീറിനെയും കാമുകിയെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ കുട്ടീനെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ മലയാളികൾ മൊത്തം പ്രാർത്ഥിക്കുകയാണ്. കാരണം അത്രത്തോളം ഇപ്പോൾ സഫീറിൻ്റെ അതുപോലെ തന്നെ കാമുകിൻ്റെയും ആ കുട്ടീൻ്റെയും ഫോട്ടോ വെച്ചിട്ട് ഒരുപാട് പോസ്റ്ററുകൾ അറബിയിൽ, ഹിന്ദിയിൽ, മലയാളത്തിലൊക്കെ എഴുതിയിട്ട് റെയിൽവേ സ്റ്റേഷൻ അടക്കം സഫീറിന് ഇപ്പം കൂടി പറഞ്ഞതിനോട് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള അന്വേഷണം തന്നെ നടക്കുന്നത്. പിന്നെ ഇവരെ കുടുംബാംഗങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണങ്ങളും അത് വലിയ രീതിയിൽ നടക്കുന്നുണ്ടെന്നുള്ളതിനാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. വീട്ടിൽ പോയിട്ട് അന്വേഷിച്ചിട്ട് വരികയാണ്, കൃത്യമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ. അപ്പോൾ നാട്ടുകാരനായിട്ടുള്ള ആളും ഇതിലും കൂടെ പറയുന്നുണ്ട്. ഇക്കാനെ ഞാൻ കണ്ടിട്ടില്ല. ഇക്കാനെ പേരെന്തൊക്കെ? മൊയ്തീൻ ബാവ. ഇക്ക വല്ലാത്തൊരു അവസ്ഥ തന്നെയാണല്ലേ. അതെ അതെ. സഫീർ ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? വളരെ വിഷമം തന്നെ തോന്നുന്നത്. കുട്ടീനെ കൊണ്ടേ പോയതിലാണ് എല്ലാവർക്കും വിഷമമുള്ളത്. കുട്ടീനെ കിട്ടാനും വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഒരു ആഗ്രഹം. ഇതാണ് കുട്ടീനെ കൊണ്ടായതുകൊണ്ടാണ് എല്ലാവർക്കും വിഷമമുള്ളത്. സഫീർ നാട്ടിലേക്കൊക്കെ വരലുണ്ട് അങ്ങനെ? പക്ഷെ എനിക്ക് അവനെ ശരിക്കും പരിചയമില്ലാത്തല്ല. ഞാൻ പ്രവാസിയാണ്. പ്രവാസിയാണല്ലേ. ഈ വിവരങ്ങൾ എപ്പോഴും അറിഞ്ഞിരുന്നേക്കാ? ഇപ്പോൾ പോയതിന് ശേഷം തന്നെ, ഇപ്പോൾ 2-3 ദിവസം മുന്നേ തന്നെ അറിഞ്ഞത്. പാവാണ് ഉപ്പാന്റെ കാര്യം. ഓ, അവർ വളരെ വിഷമത്തിൽ തന്നെ അല്ലേ. നമുക്കെല്ലാം അറിയുന്ന ആളുകൾ തന്നെയാണ് അവരൊക്കെ, പാവപ്പെട്ട ആളുകളാണ്. പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥ ഇപ്പൊ നാട്ടിലേക്ക് ഇപ്പൊ എല്ലാരും എന്താ പറയണേക്കാ, എന്ത് ചെയ്യാനാ, ആ കുട്ടിയെ കിട്ടിയാൽ മതി എന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹമുള്ളത്. കാരണം ആ കുട്ടിയെ ഉമ്മാൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോയതല്ലേ, ഒരു വയസ്സുള്ള കുട്ടിയല്ലേ, മലടിക്കുന്ന കുട്ടിയല്ലേ. അപ്പോൾ എത്ര വിഷമം ഉണ്ടാവും ഒരു ഉമ്മാക്ക്. നിലവിലിപ്പോൾ പിന്നെ ഇന്നത്തെ സ്ഥിതിഗതികൾ നിങ്ങൾ വല്ലതും അറിയില്ലുണ്ട്, ഡെയിലി കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത്? അല്ലേ, നമ്മൾ ഈ യൂട്യൂബിൽ ഇതിലൊക്കെ തന്നെ അറിയുള്ളൂ, വേറെ ഒന്നും നമ്മൾ അറിയുന്നില്ല. അന്വേഷണം ഇപ്പോൾ വീട്ടിൽ പോയപ്പോൾ എന്നോട് ഉപ്പ പറഞ്ഞത് അന്ന് ആ കോഴിക്കോട് നിന്ന് കണ്ടതാണ്. അതെ അതെ. അതിൻ്റെ ശേഷം പിന്നെ അങ്ങനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അല്ലേ പറഞ്ഞിട്ടൊന്നും അറിഞ്ഞില്ല. അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്നല്ലാതെ ശരിക്കും അതിനെ പറ്റി റിസൾട്ട് കിട്ടിയില്ല. എല്ലാവരുടെ മനസ്സിലും ഒരു വേദന ആ കുട്ടീനെയും കൊണ്ടുപോയതാണ്. അതാണ്, കുട്ടീനെ കൊണ്ടുപോയതാണ്. കുട്ടിയെ കിട്ടിയാൽ മതി എന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹം. കാരണം ഒരു വയസ്സുള്ളൊരു കുട്ടീൻ്റെ അടുത്ത്, 1 വയസ്സുള്ളൊരു കുട്ടിയല്ലേ, അത് ഉമ്മാൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോയതല്ലേ. അപ്പോൾ ഏതൊരു ഉമ്മാക്കും എത്ര വിഷമം ഉണ്ടാവും. അത് ഇത്രയും കണ്ടെത്തട്ടെ എല്ലാവരും പ്രാർത്ഥിക്കാം.